ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും അഞ്ജുസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറുകാരുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഉന്നക്കായ ആയിട്ടാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുഞ്ഞു മക്കൾക്ക് അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് ഓട്ടിപ്പിച്ച് തരാം. ഒന്ന് പഴം ഒരുപാട് പഴുത്ത പഴം എടുക്കാതെ അതായത് 2-3 ദിവസത്തിനുള്ളിൽ പഴുക്കുന്നുള്ള ഒരു പഴം എടുക്കാനായിട്ട് നോക്കുക. പിന്നെ തേങ്ങയുടെ മിക്സ് ഒരുപാട് ഡ്രൈ ആക്കാതെ എടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര കൊണ്ടോ അല്ലെങ്കിൽ ശർക്കര വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ശർക്കര വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, പഞ്ചസാര വെച്ചിട്ടാണ്. അപ്പോൾ പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് സ്പൂണിൽ വെച്ചിട്ട് ഇളക്കി അതിനെ നല്ല കട്ട പിടിക്കാതെ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ കുറേ ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്, വേറൊന്നും കൊണ്ടല്ല, പ്രതിഭയുടെ ചേച്ചിയുടെ മോളുടെ മാരേജ് ആയിരുന്നു February 4th. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്കായി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലമൊക്കെ ആയിട്ടോ, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തന്തൂരി ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ അവിടെ 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അധികം പഴുത്തിട്ടൊന്നുമല്ല, നമുക്ക് തോല് ഉരിക്കുമ്പോൾ തന്നെ അറിയും, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഈ 3 നേന്ത്രപ്പഴത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് തൊലിച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ ഞാൻ എല്ലാ പഴത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞു ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിനൊന്ന് 2 ആക്കിയിട്ട് മുറിച്ചിട്ട് അതിൽ നാരൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ തന്നെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്തിട്ടുള്ള ആ ഒരു ഇതുപോലെ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് നമുക്ക് മാറ്റാം. അതിനെന്താ പറയാൻ എനിക്ക് ക്ലിയറായിട്ട് അറിയാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇത് വെന്ത ശേഷം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത ശേഷം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇവിടെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ സ്റ്റീമർ അല്ലെങ്കിൽ കുക്കറിലോ നിങ്ങൾക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഇഡ്ഡലി പാത്രം കണ്ടിട്ട് ആരും നെട്ടണ്ട, അത് പഴയ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി വന്നു ഈ ഒരു പഴം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം നമുക്ക് തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച ശേഷം അടികട്ടിയുള്ള ഒരു പാത്രം നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടും ഇതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു 10 ബദാം ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ 10 അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മുന്തിരിയും ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സമയം നമ്മൾക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരവിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിന്നായിട്ട് വേണം ചിരവിയെടുക്കാനായിട്ട്. തേങ്ങയുടെ ഒരു ഈർപ്പം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പഴത്തിന് എത്രത്തോളം മധുരമുണ്ട് എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും കൂടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊരു മധുരത്തിനനുസരിച്ചിട്ട് 1-2 അച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ശർക്കരേനെ ഉരുക്കിയിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ഈ തേങ്ങയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഏലക്കായുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ഇനി ആ ഒരു സമയം നമുക്ക് പഴം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ എക്സ്ട്രാ പഴത്തിൽ നാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ കുറച്ച് മുന്നേ അതെടുത്തതാണ്. അതിന് ശേഷം എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് അവിടെ ഫുള്ളായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ എല്ലാം അതിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് മാറ്റിയിട്ട് നമ്മുടെ മെയിൻ ആയുധമായിട്ടുള്ള നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് സ്മൂത്താക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു ഈർപ്പൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയ ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ അതവിടെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും അതുപോലെ തന്നെ തേങ്ങയുടെ മിക്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴം എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവി എടുക്കുന്നത്. ഇനി അതിനെ നമുക്ക് എത്രത്തോളം വലിപ്പമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വലിപ്പത്തിൽ ഓരോ ഉരുളകൾ എടുത്തിട്ട് കൈൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 2-3 വിരൽ വെച്ചിട്ട് പരത്തിയെടുക്കാതെ ഒരു വിരൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചുറ്റും ക്രാക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഇതവിടെ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം വലിപ്പത്തിലാണോ പരത്തുന്നത് അതിനനുസരിച്ചിട്ട് വേണം ആ തേങ്ങയുടെ മിക്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണൊക്കെ കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണോളം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നല്ലൊരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉന്നക്കായ അധികം ഓവൽ ഷേപ്പിലാണ് കിട്ടാറ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ബാലൻസ്, അതായത് ഗ്യാപ്പ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ്സ് പുറത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ അതാ ഞാൻ ഇവിടെ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടാവാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഴം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ എണ്ണയുടെ താഴെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം അത് മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇത് പുറത്തേക്ക് വന്നു പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് തേങ്ങയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സാവധാനം എണ്ണയിൽ നിന്നും എടുത്ത് മറിച്ചിടാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉന്നക്കായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയൊക്കെ ചേർക്കാം കേട്ടോ. ഈ മുട്ടയുടെ മിക്സൊക്കെ ഒഴിക്കാം. പക്ഷെ ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല, ഇവിടെ ആരും അത് കഴിക്കില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കി നിർത്തിയത് കേട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു അഞ്ജുസ് കുക്കിംഗ് വേൾഡ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഒരു കുഞ്ഞനിയത്തി കുട്ടിയായിട്ട് കരുതി നിങ്ങൾ നമ്മുടെ ഈ ചാനലിനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.